Good afternoon, all. Okay, I just said the vice here now. Okay, good afternoon. Theories start alone. Retention okay. So start learning theories. The work of the famous classical conditioning the work of the famous Russian psychologist Ivan Pavlov demonstrated the classical conditioning process. Classical conditioning process Russian psychologist Ivan Pavlov. So physiologist Ivan Pavlov. Then Adhikam demonstrated when Pavlov presented a piece of meat to the dog in the experiment. സാധാരണ രീതിയിൽ പറയുന്ന മാതിരി ഒരു ചെറിയ അല്ലെ നമ്മുടെ കഥ പോലെയാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. നോക്കാം. ഓക്കെ, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡോഗും എന്താ പറയാ ആൻസർ അല്ലെ നമ്മള് പട്ടികളെയൊക്കെ സ്നേഹിച്ച് അല്ലെ നമ്മളെ ഡോഗിനെയൊക്കെ വെച്ചിരിക്കുന്നതിലൊക്കെ തന്നെയാണ്. അപ്പൊ പട്ടിക്ക് ഒരു ഇഷ്ടപ്പെട്ട വിഭവം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് വരും അല്ലെ. ഡോഗുകൾ കറക്റ്റായിട്ട് സമയത്ത് ക്രമീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സമയക്രമം അനുസരിച്ചിട്ട് അത് നോട്ട് ചെയ്തിട്ട് അത് ആ ടൈമിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അതിന് വളർത്തുന്നവർക്കും പരിചരിക്കുന്നവർക്കും അറിയാം ആ ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നതനുസരിച്ചിട്ട് അവരെ തീർച്ചയായിട്ടും ആ ടൈമിൽ വന്ന് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഈ ഒരു രീതി തന്നെയാണ് ഇവിടെയും അദ്ദേഹം എന്താണ് നമ്മളുടെ മുമ്പിൽ വിവരിച്ച് കാണിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഹി ടേംഡ് നോക്കാം മീറ്റ് നോക്കാം. when Pavlov presented a piece of meat to the dog in the experiment, Pavlov noticed a great deal of salvation. അദ്ദേഹം കൂടുതലായിട്ട് ആ ഒരു ഡോഗിന്റെ ആ ഒരു അല്ലെ അവന്റെ എന്താ പറയാ രുചി, അതിന്റെ രുചിക്ക് വേണ്ടിയിട്ടാണ്, രുചിയിലൂടെ അത് എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കണേ എന്നുള്ള കാര്യമാണ് നോട്ട് ചെയ്യുന്നത്. It named the food and unconditioned stimulus and the salvation and unconditioned response. ഓക്കെ, അവിടെ എന്താണ് അവിടെ ഒരു ഉദ്ദേശം കൊടുക്കുകയാണ് അല്ലെ ഡോഗിന്. എല്ലാ സമയങ്ങളിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശന ശക്തി ആ ഒരു ഡോഗിനെ നിക്ഷേപിക്കുക, അത് റെസ്പോൺസ് ചെയ്ത് പ്രതികരിക്കാനായിട്ടുള്ള ഒരു ശേഷിയാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. when the dog saw the meat, it is aggravated. ഓക്കെ, ഡോഗിനെ നമുക്കറിയാം ഒരു മാംസകഷ്ണം കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോഗിന് അല്ലെ അതിന് ടേസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത, അത് പെട്ടെന്ന് തന്നെ അത് കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കും. On the other hand, when Pavlov merely rang a bell, the dog did not circulate. അവരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബെല്ലും കൂടി അതിനോടൊപ്പം ചേർത്ത് കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു സ്വാഭാവിക രൂപീകരണം ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. Pavlov subsequently introduced the sound of a bell each time the meat was given to them. മണി അടിച്ചു കഴിയുമ്പോ അവൻ എന്ത് ചെയ്യും, ഡോഗിന് എന്താണ് മീറ്റ് കൊടുക്കുന്ന ഒരു രീതിയാക്കി മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് കേസ് നിങ്ങൾക്ക് തന്നെ അറിയാം, എന്താണ് കുറച്ച് കഴിയുമ്പോ മണിയടിക്കുമ്പോ മീറ്റ് കിട്ടുന്ന ഒരു ചിന്താഗതി അങ്ങനെ വരും, സാധ്യത ഉണ്ടാവും. ചിന്താഗതി വരാൻ സാധ്യതയില്ലേ?
അവിടെ വിവരിച്ചു പറയുന്ന എന്താണ്, നീറ്റ് കൊടുത്തിട്ടാണ് അവൻ രോഗിനെ അവന്റെ ശൈലിയിലേക്ക്, അവന്റെ ഒരു സ്വഭാവ ശൈലിയിലേക്ക് കൊണ്ടുവരുന്നത്. സോ നീറ്റിനോടൊപ്പം തന്നെ അവനൊരു ബെല്ലും കൂടി അടിക്കാനായിട്ടാണ്, അദ്ദേഹം ബെല്ല് കൂടി അടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ബെല്ലടിച്ചിട്ട് മീറ്റ് കൊടുക്കുമ്പോൾ എന്താണ്, കേസ് കുറച്ച് കഴിയുമ്പോൾ ബെല്ലടിച്ചിട്ട് അല്ലെ ഡോഗ് വരുന്നത് മീറ്റ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. ഓക്കെ, അതാണ് ഇവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, Pavlov subsequently introduced the sound of a bell each time the meat was given to the dog. The dog eventually learned to salivate in response to the ringing of the bell even when there was no meat. മീറ്റ് ഇല്ല എങ്കിലും അവൻ എന്ത് ചെയ്യും, അവൻ മീറ്റ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അവനിലേക്ക് വരികയാണ് ബെല്ലടിക്കുമ്പോൾ. അല്ലെ, Pavlov had conditioned the dog to respond to learn strictly. ഓക്കെ, അപ്പൊ അവന് ആ ഒരു ടീച്ചിങ് കൊടുത്തത്, കണ്ടീഷൻ ചെയ്തിട്ടാണ് അവനൊരു ടീച്ചിങ് കൊടുത്തത്, അല്ലെ, ഒരു പാഠം അവന് ഡോഗിലേക്ക് അദ്ദേഹം അല്ലെ ആ ഒരു ലേണിംഗ് കൊടുത്തത്, പഠനം കൊടുത്തത്. Then Thornes called this the law of exercise, which stated that behavior can be learned by repetitive association between stimulus and response. റിപ്പീറ്റീവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ്, അത് നമ്മുടെ മൈൻഡിലേക്ക് കയറി അല്ലെ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കും എന്നതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാവും ഈ ഒരു രീതിയൊക്കെ അനുസരിച്ചിട്ട് നമുക്കറിയാം ഡോഗിനെയൊക്കെ നമ്മള് അല്ലെ എല്ലാവരും തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് പരിശീലിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു ലേണിങ് അവരിൽ കൊടുത്തത് രണ്ട് കാര്യങ്ങൾ അല്ലെ. ആദ്യം തന്നെ അവർ ഇഷ്ടപ്പെട്ടത് എന്താണോ അത് കൊടുത്തു, ആ കൊടുക്കുന്നതോടൊപ്പം തന്നെ നെക്സ്റ്റ് എന്താണ് ഒരു വെള്ളം കൂടി യൂട്ടിലൈസ് ചെയ്തു. ദെൻ അങ്ങനെ അവൻ യൂട്ടിലൈസ് ചെയ്ത് ബെല്ലടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡോഗ് ചിന്തിക്കുന്നു എന്താണ്, അവന് മാംസകഷ്ണം കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയാണ് അവൻ ലേൺ ചെയ്തത്, പഠിച്ചത്. ഓക്കെ, ആ ഒരു ചെറിയ പാരഗ്രാഫ് ക്ലിയർ അല്ലേ? യെസ്, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. Classical conditioning has a restricted value in the study of organizational behavior. അവിടെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ വരുന്നത്. As pointed out by Skinner, classical conditioning constitutes a small portion of overall human learning. അവിടെ ഇങ്ങനെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിങ് വെച്ചിട്ടാണ് ഏതൊരു ഹ്യൂമണിനും പെട്ടെന്ന് ലേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലാസിക്കൽ കണ്ടീഷൻ ഇസ് പാസീവ്. Something happens and we react in a specific identifiable event, and as such it explains a simple and reflexive behavior. Okay, നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ഒരു റിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ അല്ലെ അതിന് മുമ്പ് തന്നെ ഒരു സംതിങ് ഹാപ്പൻ അല്ലെ, നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ബാലൻസ് അല്ലെ അത് റെസ്പോണ്ട് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും എന്നുള്ള രീതിയിലാണ് ഒരു പഠനമാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ പറയുന്നത്. ബട്ട് ബിഹേവിയർ ഓഫ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ ഇസ് ഇമിറ്റഡ് അത് തന്നെ റിഫ്ലക്ട് ചെയ്യും. പക്ഷെ പീപ്പിൾസിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്കറിയാം ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും ചിന്തിക്കും അല്ലെ, ആ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് തന്നെയാണ് അവൻ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നത്. The learning of this complex behavior can be clarified better understood through operating conditioning. ഓക്കെ, നമുക്കറിയാം ഈ ഒരു സങ്കീർണമായിട്ടുള്ള ബിഹേവിയർ ക്ലാസ് കൊണ്ട് നമുക്കറിയാം ചിലപ്പോ ബിഹേവിയറിലായിട്ടുള്ള ചേഞ്ചസ് മനുഷ്യന്റെ ഇതുകൊണ്ട് ബുദ്ധിപൂർവ്വമായിട്ട് അത് ചിന്തിക്കാനായിട്ട് ഒരു പ്രാവശ്യം അങ്ങനെ കൊടുത്തു, രണ്ടൂന്ന് പ്രാവശ്യം അങ്ങനെ ബെല്ലടിച്ചിട്ട് നമ്മൾ ചെല്ലാതെ അല്ലെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തിരിച്ചിട്ട് നമ്മള് അല്ലെ ബിഹേവിയറിലായിട്ടുള്ള ചിന്താഗതി അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എത്ര വർഷം നമ്മൾ പോവില്ല അല്ലെ. അത് ആ ഒരു രീതി മനുഷ്യന്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് ആ ചേഞ്ചസ് എന്താണെന്ന് ചിന്തിക്കാനായിട്ടുള്ള കഴിവും കൂടി മനുഷ്യനുണ്ട് അല്ലെ. സോ അതുകൊണ്ട് എന്താണ് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് പർട്ടിക്കുലറിസം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ ഇൻ കേസ് ചിലപ്പോൾ ആണെങ്കിൽ രണ്ടൂന്ന് പ്രാവശ്യം പഠിച്ചിട്ട് പിന്നെ പ്രാവശ്യം തരാണെങ്കിൽ നമ്മൾ അവിടെയും കൗണ്ട് ചെയ്യും. ഓക്കെ, രണ്ടു പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചതിന് ശേഷമാണ് അടുത്തത് അല്ലെ. അപ്പൊ അതിനുള്ള ഒരു വിവേചന പവർ ആർക്കുണ്ട്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുണ്ട് അല്ലെ. സോ അത് അത്ര സൂട്ടബിൾ ആയിട്ട് വർക്കിംഗ് ആവണമെന്നില്ല. സോ നമുക്കറിയാം ഏതൊരു തിയറിയും ആക്സെപ്റ്റ് ചെയ്ത് വരുമ്പോഴും അതിന്റെ ഒരു തിയറിറ്റിക്കലി നമുക്കറിയാം അതിനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കറിയാം അതിനെ വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. അപ്പൊ the learning of these complex behavior can be clarified or better understood through operating conditions. നമുക്കപ്പോ വേറൊരു കണ്ടീഷനിലേക്ക് പോകാം.
ഓപ്പറാൻഡ് കണ്ടീഷനിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ആ കണ്ടീഷനിൽ എന്താ പറയണേന്ന് നോക്കാം. ഓപ്പറാൻഡ് is defined as a behavior that produce effects. ഓപ്പറാൻഡ് കണ്ടീഷനിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അനന്തരഫലം എന്താണോ അതിൽ നിന്ന് നാം പഠിക്കണം അല്ലെ. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ബാലൻസ് എന്താ, ബാക്കി എന്തായിരിക്കും കിട്ടുക എന്നുള്ളത് പഠിച്ചതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ ഒരു ചിന്താഗതി മനുഷ്യന്റെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ വൈഡായിട്ട് ചിന്തിക്കും അല്ലെ. അപ്പൊ അതിലെന്താ പറയുന്നത്, ദാറ്റ് പ്രൊഡ്യൂസ് എഫക്ട്സ് അല്ലെ. നമ്മള് എന്താണ് എഫക്റ്റുകൾ എന്തായിരിക്കും അതിന് അനുസരിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഓപ്പറാൻഡ് കണ്ടീഷൻ ബേസിക്കലി എ പ്രോഡക്റ്റ് ഓഫ് എ സ്കിന്നേറിയൻ സൈക്കോളജി suggests that individuals emit response that are either not rewarded or punished or are punished. അതായത് നമുക്കറിയാം നമ്മള് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ചിന്തിക്കുന്നത്. ശാരീരികമായിട്ട് നമുക്ക് അല്ലെ മെന്റലി ബിഹേവിയർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹ്യൂമൻ ആയതുകൊണ്ട് അവരെന്താണ്, അവര് എപ്പോഴും പല രീതിയിലും ചിന്തിക്കും അല്ലെ. അപ്പോ അവരിൽ നിന്ന് എന്താണോ പ്രൊഡക്റ്റീവായിട്ട് എന്താണ് കിട്ടുന്നത് അതനുസരിച്ചിട്ടാണ് അവരെ പഠിപ്പിക്കേണ്ടത്. സോ ചിലപ്പോ നമുക്കറിയാം ഇവിടെ പറയുന്നുണ്ട് സജസ്റ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ എമിറ്റ് റെസ്പോൺസ് ദാറ്റ് ആർ എയ്തർ നോട്ട് റിവാർഡഡ് ഓർ ആർ പണിഷ്ഡ്. അല്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന് ഓർത്തും കൊണ്ട് അവൻ നല്ലത് ചെയ്യും, അതല്ലെങ്കിൽ റിവാർഡ് കിട്ടുമെന്ന് ഓർത്ത് അവൻ നല്ലത് ചെയ്യും. ഇൻ കേസ് ഒരു കുട്ടി നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഹോംവർക്കുകൾ ടീച്ചേഴ്സ് കൊടുത്തേക്കും. അപ്പൊ കുട്ടി ഹോംവർക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ പണിഷ്മെന്റ് കിട്ടും അല്ലെ, തല്ല് കിട്ടും, ഇമ്പോസിഷൻ കിട്ടും എന്നൊക്കെ ഒരു പേടി കൊണ്ട് അവൻ ഹോംവർക്ക് ചെയ്ത് കൊണ്ടുപോകും. അതല്ലെങ്കിൽ അവൻ ഹോംവർക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് താല്പര്യം കാണിക്കുന്നത് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ സമ്മാനം കിട്ടും, ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സമ്മാനം കിട്ടും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അത് ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പണിഷ്മെന്റ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടുന്നൊരു കാര്യത്തില്. അതല്ല എങ്കിൽ കുട്ടികളുണ്ടോ, നമ്മളിപ്പോ ബേസിക്കലി മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഇത് പഠിക്കേണ്ട കാര്യമാണ്, നമ്മൾ പഠിച്ചത് അതുകൊണ്ട് നമുക്ക് കാര്യമുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട് അല്ലെ. അതേസമയം ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ അവർക്ക് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പിള്ളേർക്ക് എപ്പോഴും എന്താണ് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. കാരണം അവരുടെ മൈൻഡില് ഇതിന്റെ യാഥാർത്ഥ്യ വശങ്ങളൊന്നും അറിയില്ല അല്ലെ, ആ ടൈമാണ്. സോ എന്താണ് മെച്ചുവേർഡ് ആണെങ്കിൽ നമുക്കറിയാം യഥാർത്ഥ വശം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള പവർ ഉണ്ട്. അതേസമയം കുട്ടികളാവുമ്പോൾ അതിനുള്ള പവർ അവര് നേടിയിട്ടില്ല. ആ ടൈമിലാണ് ഒന്നില്ലെങ്കിൽ പണിഷ്മെന്റ് കൊണ്ട് അല്ലെ, സ്കൂളിൽ പണിഷ്മെന്റ് കിട്ടും, വീട്ടിൽ പണിഷ്മെന്റ് കിട്ടും എന്നതുകൊണ്ട് അവൻ ഹോംവർക്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടും അല്ലെ, വീട്ടിൽ സമ്മാനം കിട്ടും അല്ലെങ്കിൽ സ്കൂളിൽ സമ്മാനം കിട്ടും എന്നുള്ള ഒരു മൈൻഡിൽ അവൻ ഹോംവർക്ക് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതായത് എന്തെങ്കിലും ആ ഒരു അല്ലെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് കിട്ടുന്ന റിസൾട്ടിന്റെ ബേസിലാണ് അവൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സൈക്കോളജിക്കലി ആയിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത് അല്ലെ, അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്ന സജസ്റ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ ഇമീഡിയറ്റ് റെസ്പോൺസ് ദാറ്റ് either not rewarded or are punished. Operant conditioning is a voluntary behavior and it's a term determined, maintained and controlled by its consequences. അതിന്റെ അനന്തര ഫലങ്ങളിലേക്ക് നമ്മൾ മാറ്റിമറിച്ചുകൊണ്ടാണ്, അതായത് വരാവുന്ന അല്ലെ അനന്തര ഫലം എന്താണോ അതിനെ വെച്ചിട്ടാണ് ഒരു ബിഹേവിയർ തീരുമാനിക്കുന്നത്. ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇപ്പൊ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ വേറെ കാര്യമാണ് അല്ലെ, തൊഴിലാളികളുടെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ എംപ്ലോയീസിനെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറ്റിയാണ്. അതായത് റിവാർഡൊക്കെ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ അംഗീകാരമൊക്കെ കൊടുക്കുമ്പോൾ അത് താല്പര്യമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അത് പുസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ റിവാർഡ്സ് കൊടുക്കാം എന്നുള്ളൊരു ഇതിലേക്കാണ് എത്തിപ്പെടുന്നത്. Operant condition is a powerful tool for managing people in organization. ഓർഗനൈസേഷനിൽ ഈ ഓപ്പറാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, ഉപകരണമാണ്. കാരണം നമുക്കറിയാം most of the behavior in organization are learned, controlled and altered by the consequences that is operant behavior. അല്ലെ, അവര് തൊഴിൽ ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള അംഗീകാരം കിട്ടുമെന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ മോസ്റ്റ്ലി ആണ് അല്ലെ, റിസ്ക് പിടിച്ച ഡ്യൂട്ടി ആണെങ്കിലും അവരതെങ്ങനെയോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവാൻ സാധ്യതയുള്ള എംപ്ലോയീസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് തൊഴിൽ മടിയന്മാര്, അവർക്ക് പണിഷ്മെന്റ് കിട്ടും, ചിലപ്പോൾ വേണമെങ്കിൽ അതിന്റെ സ്ഥാനത്തിൽ ഒന്നുകൂടി ഡിമോഷനിലേക്ക്, അതായത് പ്രൊമോഷന് പകരം
താഴേക്ക് അല്ലെ എന്റെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതിനെ പേടി വരണം, കാരണം അവർ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധ്യത കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ടൂള്, ആ ഒരു രീതി ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്ത് തൊഴിലാളികളെ നമുക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. Management can use the operating condition processes successfully to control and influence the behavior of employees by manipulating its reward system. Okay, അവര് വളരെ രീതിയിൽ ഇങ്ങനെ റിവാർഡ് ഒക്കെ കൊടുക്കാം എന്നുള്ളൊരു രീതി ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെ കൊണ്ട് ഹോസ്റ്റലിൽ നല്ല നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. Then reinforcement is anything that both increase the strength of a response and tends to induce a repetition of the behavior. ഇവിടെ ഒരു പ്രചോദനം വരുന്നുണ്ട് അല്ലെ, ഒരു മെമ്മറിയിൽ അല്ലെ, നമ്മുടെ തലച്ചോറിൽ ഒരു ഉത്തേജനം വരുന്നുണ്ട്, നമുക്ക് ഇത് ചെയ്യണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് ഒരു അംഗീകാരം കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശം വരുന്നത് കൊണ്ട് തന്നെയാണ് എംപ്ലോയി മാക്സിമം എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ, അവരെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ മാനേജേഴ്സ് അത് മനസ്സിലാക്കണം, ചില എംപ്ലോയീസിൽ അങ്ങനെയുള്ള ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇച്ചിരി കോംപ്ലക്സ് നിറഞ്ഞ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ, പ്രോബ്ലം മീൻസ് എന്തെങ്കിലും സലസ് നിറഞ്ഞ വർക്കൊക്കെ ആണെങ്കിൽ കൂടി അവര് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാൻ അല്ലെ, അവരെ ആത്മാഭിമാനത്തിന് ബേസ് ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ അവർക്ക് അംഗീകാരം കിട്ടും എന്നൊക്കെ ഉള്ളൊരു മൈൻഡിൽ അവര് ഇത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് അത്തരത്തിലുള്ള തൊഴിലുകളിലൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. Okay, managers can use 4 reinforcement strategies to impact employee behavior. അവിടെ പറയാം മാനേജേഴ്സ് 4 തരത്തിലുള്ള ഇത്തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് തന്ത്രങ്ങൾ പ്രവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, then extension and punishment. 4 റീഇൻഫോഴ്സ്മെന്റ് അതിലേക്ക് കടന്നു വരികയാണ്. ഈ ഉദ്ദേശത്തിലേക്ക് 4 റീഇൻഫോഴ്സ്മെന്റ് വരുന്നു. ഒന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പണിഷ്മെന്റ്. ഓക്കെ, അതുവരേക്കും ഒന്ന് നോക്കാം. എന്താണ് ഒരു എന്നുള്ളത് മനസ്സിലായോ? ഒരു ചെറിയ ഭാഗങ്ങളാണെങ്കിൽ അതൊന്ന് ക്യാച്ച് ചെയ്ത് പോകാൻ തന്നെ ശ്രമിക്കാം. ആദ്യം നമ്മൾ കണ്ടു ക്ലാസിക്കൽ കണ്ടീഷനെ അല്ലെ, അവിടെ കൃത്യമായിട്ട് എന്താണ് അദ്ദേഹം പാവ്ലോ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിനുള്ള കാര്യം നമ്മൾ വായിച്ചു. ആ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിൽ നിന്ന് അല്ലെ, അത് ശരിയായ രീതിയിൽ മനുഷ്യന്റെ ബിഹേവിയറിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കി ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുന്നു. ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അല്ലെ, അനന്തര ഫലം എന്താണോ, കോൺസിക്വൻസ് എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് ചെയ്യുന്നത്. അത് ചെറിയ രീതിയിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ, കുട്ടിയുടെ ബേസിൽ അവന് പണിഷ്മെന്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് സമ്മാനം കിട്ടും എന്നുള്ള ഒരു പോയിന്റ് ഔട്ടിൽ അവൻ ഡ്യൂട്ടി ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നു, അതായത് ഹോംവർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു. അങ്ങനെ അത് തന്നെ ഓർഗനൈസേഷനിലേക്ക് വരിക. ഓർഗനൈസേഷനിൽ വരുമ്പോൾ തൊഴിലാളികൾ അല്ലെങ്കിൽ മാനേജർ തൊഴിലാളികളെ വെച്ച് നോക്കുകയാണെങ്കിൽ തൊഴിലാളികളിൽ നല്ല അല്ലെ, നമുക്ക് അവർ അംഗീകാരം കിട്ടുന്നുള്ള മനോഭാവം ഉള്ളവരുണ്ട്, പണിഷ്മെന്റ് കിട്ടും എന്നുള്ളൊരു പേടിയുള്ളവരുണ്ടാവാം. ഓക്കെ, അങ്ങനെ 4 തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യാം. ഓക്കെ, അവരുടെ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് മാനേജ് ചെയ്ത് അവരോട് വ്യാപൃതമാക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഇതൊക്കെ പോസിറ്റീവ് പലതരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് എടുക്കുന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് പോവുക. Okay, reinforcement എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. Reinforcement is anything that both increase the strength of a response and tends to induce repetitions of the behavior. അതേമാതിരി ഓപ്പറന്റ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? as the behavior that the product produce effects. അല്ലെങ്കിൽ അവരുടെ പ്രതിഫലത്തിൽ നിന്നാണ് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുന്നത്, ഓപ്പറേറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ മനസ്സിലാക്കുന്നത്. Okay. Then dash is a powerful tool for managing people in organization എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിൽ അവരുടെ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് സംഭവം എന്നറിയാതെ ഇരിക്കരുത്. ബ്രാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ, അത് വ്യക്തികളുടെ ആ മനസ്സ് പണിഷ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു രീതി അല്ലെ, ഒരു മെത്തേഡാണ് ബ്രാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് പോവാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതി വെക്കാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവാം.
ഒക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അല്ലെ. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു അല്ലെ, റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തുകയാണ്, നമ്മുടെ ആ ഒരു ഉദ്ദേശിച്ച ശക്തിയെ ബലപ്പെടുത്തുകയാണ് അല്ലെ. ഇൻ കേസ് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ വന്നിട്ട് അല്ലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. കാരണം അറിയാവുന്ന കുട്ടികൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും അല്ലെ. അപ്പൊ ആ റെസ്പോണ്ടിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കുറച്ച് അധ്യാപകൻ കുറച്ചും കൂടി ക്ലാസ്സിൽ പുതിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട് ഓക്കെ അവരെ മനസ്സിലാക്കിയിരിക്കും അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രധാന അധ്യാപകരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണോ എന്ന് തെരഞ്ഞെടുക്കാനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും, കുറെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യും. ഇതുപോലെ തന്നെ ഓർഗനൈസേഷനിലും നമുക്കറിയാം എംപ്ലോയീസിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില എംപ്ലോയീസ് ഒക്കെ ഓക്കെയാണ്, നന്നായിട്ട് ഏബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാവുന്നവരാണ് അല്ലെ. ചലഞ്ച് നിറഞ്ഞ വെല്ലുവിളികൾ നിറഞ്ഞ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരുമ്പോൾ, മാറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേഴ്സൺസിനെ ഏൽപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കും. ഓക്കെ, അത് അണ്ടർസ്റ്റുഡ് ചെയ്യുക എന്നുള്ളത് മാനേജറിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ആ ഒരു കഴിവ് കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവര് അല്ലെ, തൊഴിലാളികളിലെ വ്യത്യസ്ത കഴിവുകളെല്ലാം ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെ. അവർക്ക് റിവാർഡ് കൊടുത്താൽ അവർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുത്താൽ ചെയ്യാൻ അവര് നന്നായിട്ട് ചെയ്തോളും, അല്ലെങ്കിൽ അവരെ കൊണ്ട് ടാലന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവരിലുണ്ട്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എൻഹാൻസ് ആൻഡ് എൻകറേജ് ബിഹേവിയർ ത്രൂ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫേവറബിൾ കോൺസിക്വൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പോസിറ്റീവ് ആയിട്ട് ഉള്ള ഒരു റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള നിലപാടുകളായിരിക്കും അവരിൽ നിന്ന് ഉണ്ടാവുക അല്ലെ. അതായത് അനന്തര ഫലമായിരിക്കും അവരിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ള ഒരു കണ്ടീഷനിലുള്ള വ്യക്തികളാണെങ്കിൽ അവർക്കൊക്കെ റിവാർഡ് കൊടുക്കണം. അതായത് അവരിപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് നന്നായിട്ടൊക്കെ ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ളവരെ ഇച്ചിരി കൂടി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയും എന്ത് ചെയ്യും, ഒരു റിവാർഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാം. In the other ways, a positive reinforcer is a reward that follows the behavior and is capable of increasing the frequency of that behavior. Increasing the frequency of behavior. ആ പെരുമാറ്റത്തിൽ കുറച്ചും കൂടി എബിലിറ്റി കൂട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിവാർഡുകളൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. There are two forms of a positive reinforcement, primary and secondary. ഈ പറഞ്ഞതിൽ രണ്ട് തരത്തിലുള്ള പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഒന്നാമതായിട്ട് പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി reinforcers such as the food, water and sex are of biological importance and have effects which are independent of past experience. ഓക്കെ, ചില തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവര് അല്ലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യില്ല. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് വളരെ സഹോദരായിരിക്കും അല്ലെ. ചിലപ്പോ വേണമെങ്കിൽ നമുക്കറിയാം പ്രാഥമികമായിട്ട് നമുക്കറിയാം ഭക്ഷണം, വെള്ളം അല്ലെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മോസ്റ്റ്ലി നമുക്ക് അല്ലെ സിൻസിയർ ആയിട്ട് ലഭ്യമാക്കേണ്ടതാണ്. അങ്ങനെ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. Then for instance, a primary impulses like food satisfies hunger needs and reinforces food producing behavior. Okay. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം പറയില്ലേ ചില വർക്കുകളൊക്കെ അല്ലെ, ചെറിയ ചെറിയ വർക്കാണെങ്കിൽ ഈ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഡിന്നർ ഓഫർ ചെയ്യാമോ, ഈ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും വെച്ച് കഴിക്കാം, അങ്ങനെ പുറത്ത് പോയി കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സജഷൻ വെക്കുമ്പോൾ എന്ത് ചെയ്യും, അവരെല്ലാവരും ഗ്രൂപ്പായിട്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള സാധ്യതകളില്ലേ? ഉണ്ടാവോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് അല്ലെ അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതൽ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള അതാണെങ്കിൽ അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാം. And secondary reinforcers like job advancement, recognition, praise and esteem result from previous association with the primary reinforcers. അതായത് ചിലരെ ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ മാത്രമേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്താലൊന്നും വലിയ തൃപ്തിയൊന്നുമില്ല.
അവർക്ക് അതൊന്നല്ല, അതിനേക്കാൾ അപ്പുറം എന്താണ് കുറച്ച് ഡിഗ്നിറ്റി അല്ലെ, അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം വേണം, എത്തണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹങ്ങളും മനോഭാവങ്ങളുള്ളവരായിരിക്കാം. സോ ഓരോ വ്യക്തികളിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട് അല്ലെ, അവര് കണ്ടറിഞ്ഞിട്ട് അല്ലെ, ഒരു കുട്ടിക്ക് ഇതാണ് ആഗ്രഹമെങ്കിൽ മറ്റൊരു കുട്ടിക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പൊ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് തന്നെ എത്ര തരമുണ്ട്? 2 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. പ്രൈമറി റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ്. പ്രൈമറി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഫുഡ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ, അതായത് വിശപ്പ് കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്കറിയാം ഒരു ലോവർ ലെവലിലുള്ള ജീവനക്കാരനെ സംബന്ധിച്ച് അവരെ ഉപജീവന കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും കൂടുതൽ അല്ലെ താല്പര്യം. അവരെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിലൊന്നും അവരെ അല്ലെ ചിന്തിക്കാൻ പോലും അവർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ആ ഒരു പ്രൈമറി കാര്യങ്ങളിൽ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, അങ്ങനെയാണല്ലോ പൊതുവെ മാനേജേഴ്സും കാര്യങ്ങളൊക്കെ അല്ലെ, അവര് താഴെയിടയിലുള്ളവർക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് തൃപ്തിപ്പെടുത്തി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാക്സിമം ചൂഷണം ചെയ്യും. അതേസമയം കുറച്ചും കൂടി നമുക്കറിയാം ബിഹേവിയറിൽ നല്ല സ്ട്രോങ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചത് കൊണ്ടൊന്നും അല്ലെ അവര് അതിലൊന്നും നിലനിൽക്കില്ല. അവർക്ക് കുറച്ചും കൂടി അതിനനുസരിച്ചിട്ടുള്ള റെക്കഗ്നീഷൻ, അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ മറ്റുള്ളവരിൽ എത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് കൊടുക്കുക. സോ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു അധികാരങ്ങളൊക്കെ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യണം അല്ലെ, അതിനൊക്കെയുള്ള ഒരു പവർ അല്ലെ, ഒരു സൂപ്പർവൈസറി ലെവലിലുള്ള ജീവനക്കാരെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ അംഗീകാരങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട്. സോ അങ്ങനെയുള്ളതാണ് സെക്കൻഡറി reinforcers എന്ന് പറയുന്നത്. Primary reinforcers must be learned in order to apply reinforcement and produce successful management. Must select reinforcers that are sufficiently powerful and durable. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ ഇരുകൂട്ടരും ആവശ്യമാണ് അല്ലെ. ഇച്ചിരി കഴിവ് ഫീൽഡിലുള്ള വർക്കേഴ്സും ആവശ്യമാണ്, മേൽത്തരത്തിലുള്ള ലെവലിലുള്ള ജീവനക്കാരൊക്കെ ആവശ്യമാണ്. അപ്പൊ ഏത് തരത്തിലുള്ള വർക്കേഴ്സ് ആണെങ്കിലും അവരവർക്ക് അനുസരിച്ചുള്ള റീഇൻഫോഴ്സ്മെന്റ് മെത്തേഡ് ഫോളോ ചെയ്തിട്ട് വിജയം ഉറപ്പാക്കാനായിട്ടുള്ള ഒരു രീതി അത് മാനേജർ അറിയേണ്ടതാണ്, അതനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ആ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റില് 2 തരത്തിലുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ആണ്. പ്രൈമറിയിൽ എന്തൊക്കെ പെടുന്നത്? പ്രൈമറി റീഇൻഫോഴ്സസ് ഫുഡ്, വാട്ടർ ആൻഡ് സക്സസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ സെക്കൻഡറിയിൽ പെടുന്നത് ജോബ് അഡ്വാൻസ്മെന്റ്, റെക്കഗ്നീഷൻ, പ്രൈസ്, ഇല്ലാതെ അംഗീകാരങ്ങളും ആകർഷങ്ങളിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം പോസ്റ്റ് ചെയ്യേണ്ടത്. ചെയ്യാമോ? ജസ്റ്റ് വായിച്ചു നോക്കാം. അല്ലേ ഇതാണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഒന്ന് ഓർത്തോർത്ത് പോകണോട്ടോ. ആ പേരുകളൊക്കെ പുതുമ നിറഞ്ഞ പേരുകളാണ്, അതുകൊണ്ട് ജസ്റ്റ് ഓർത്തോർത്ത് പോവുക. ക്ലാസിക്കൽ കണ്ടീഷനിങ് അത് ആരാണ് ഡെവലപ്പ് ചെയ്തിരുത്തിയെന്നുള്ള കാര്യമൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഫിസിയോളജിസ്റ്റ് ഇവാൻ പൗലോ ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാര്യം കഥയൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർമ്മ വെച്ചാൽ മതി. ക്ലാസിക്കൽ കണ്ടീഷൻ ഹാസ് റെസ്ട്രിക്റ്റഡ് വാല്യൂ, സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അങ്ങനെ നമുക്ക് അറിയാം സ്കിന്നർ അല്ലെ, അവിടെ പോയിന്റഡ് ഔട്ട് ബൈ സ്കിന്നർ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് അത് ചെയ്തിട്ട് നമുക്കറിയാം ഓപ്പറേറ്റീവ് കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓപ്പറേറ്റീവ് കണ്ടീഷനിൽ എന്താണ് പറയുന്നത്? ഓപ്പറേറ്റീവ് കണ്ടീഷൻസ് ഡിഫൈൻഡ് ആസ് ബിഹേവിയർ ദാറ്റ് പ്രൊഡ്യൂസ് എഫക്ട്സ്. എഫക്റ്റ് ആണ് നമുക്കറിയാം പ്രതിഫലം അല്ലെ, വർക്കിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള പ്രതികരണം, അതാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവര് ഈ ഒരു ബിഹേവിയർ
ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് യൂണിറ്റ് റെസ്പോൺസ് ദാറ്റ് ആർ either not reward or are punished. Operant conditions is a powerful tool for managing people in organization. നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് എന്തുകൊണ്ടാണ് അത് പവർഫുൾ ടൂൾ ആണെന്ന് പറയാൻ കാരണം എന്താണ് അത് മനസ്സിലാക്കി അല്ലെ. അവിടെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റിനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അവിടെ 4 കാര്യങ്ങളുണ്ട്. അവിടെ പ്രധാനമായിട്ട് 4 റീഎൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസ് ആണ്. തന്ത്രപരമായിട്ട് 4 തരത്തിലുള്ള യൂസേഴ്സിനെ ബലപ്പെടുത്തലാണ് ഇവിടെ വരുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പണിഷ്മെന്റ്. ആൻഡ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റിൽ നമ്മൾ കണ്ടു അത് 2 തരത്തിലുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള അല്ലെ ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഫുഡ് ഫാക്ടർ, സെക്സ് അല്ലെ. അവർക്ക് നമുക്കറിയാം ചിലപ്പോ ചില ഓർഗനൈസേഷൻ കമ്പനിയൊക്കെ എന്താണ് കുറച്ചും കൂടി മതിയായ രീതിയിലൊക്കെ അവൈലബിൾ ആയപ്പോ അവര് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷെൽട്ടർ അല്ലെ. അവർക്ക് ചിലപ്പോ വീട് പണിയാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ എന്താണ് അവർക്ക് എന്താണ് ആ എംപ്ലോയീസിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റ്മെന്റ് ഓർഗനൈസേഷൻ എനിക്ക് ജീവിക്കാനുള്ള വീടിന് ആവശ്യമായിട്ടുള്ള ലോണൊക്കെ പ്രൊവൈഡ് ചെയ്തത് കമ്പനിയാണ്. സോ അവർ ആജീവനാന്തം അവരെ മാക്സിമം തന്നെ വർക്ക് ചെയ്യാനൊക്കെയായിട്ടുള്ള ശ്രമം തുടങ്ങും. അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റിലെ പ്രൈമറി ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നത്. സെക്കൻഡറി റീഎൻഫോഴ്സേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അവർ അംഗീകാരങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവന്റിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. സോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ കഥ പറഞ്ഞപ്പോ മനസ്സിലാക്കി കാണും. അതായത് കുട്ടി പണിഷ്മെന്റ് കിട്ടുമോ എന്നുള്ളൊരു പേടി അല്ലെ. ത്രെഡ് ഓഫ് പണിഷ്മെന്റ് ഇസ് നോൺ ആസ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. പണി ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമോ എന്നുള്ളൊരു പേടി അല്ലെ. ആ ഒരു പേടി കൊണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എഫേർട്സ്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഓൾസോ serve to strengthen a desired behavior response leading to their removal or termination. ഓക്കെ, അവർക്ക് നമുക്കറിയാം നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പാണെങ്കിൽ അവരെ ഒഴിവാക്കി കളയും. അങ്ങനെ ഏതെങ്കിലും നല്ല താഴെ ലെവലിലേക്ക് പോസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു പേടി അവരിലുണ്ടാവാം. സോ അതുകൊണ്ട് ആ ഒരു റീഎൻഫോഴ്സ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് എംപ്ലോയിയുടെ. നമുക്കറിയാം ചില നിബന്ധനകളൊക്കെ വെക്കുമ്പോൾ അവരനുസരിച്ചിട്ട് വ്യാപൃതമാവാനൊക്കെ തയ്യാറാവും. എക്സ്റ്റൻഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നാശം വരുത്തുക അല്ലെ. അതായത് extension is an effective method of controlling undesirable behavior. നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രീതി അല്ലെ ഒരു ബിഹേവിയറിനായിട്ടുള്ള നേച്ചറുള്ള എംപ്ലോയി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ ഒഴിവാക്കി കളയാം. ഇത് refers to non reinforcement. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നോൺ റീഎൻഫോഴ്സ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് based on the principle that if a response is not reinforced. Okay, ഒരിക്കലും നമുക്ക് കുറച്ചും കൂടി ചേഞ്ചസ് ഒന്നും വരുത്താനായിട്ട് ഇല്ലാത്ത ഒരു പ്രിൻസിപ്പിൾ ആണ് അവിടെ വരുന്നത്. ഇത് വലിയ ഈവൻച്വലി ഡിസപ്പിയർ അല്ലത് ഒഴിവാക്കി കളയാൻ എന്നുള്ളതാണ് ഈ ഒരു എക്സ്റ്റൻഷനിൽ വരുന്നത്. എക്സ്റ്റൻഷൻ ഈസ് ബിഹേവിയറൽ സ്ട്രാറ്റജി that does not promote a desirable behavior but it can reduce undesirable behavior. അവിടെ എന്താണ് നമുക്കൊട്ടും സ്വീകാര്യമല്ലാത്ത ഒരു ബിഹേവിയർ എന്നുള്ള ആ എംപ്ലോയീസിനെ ആണെങ്കിൽ ഒഴിവാക്കി കളയാനായിട്ടുള്ള ശ്രമം നടത്തുക. അതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. പണിഷ്മെന്റ്. ഓക്കെ, കിട്ടുമോ എന്നുള്ള ഭയം നിമിത്തം ചെയ്യുന്നതും പണിഷ്മെന്റ് കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു രീതിയാണിത്. പണിഷ്മെന്റ് ഇസ് എ മെത്തേഡ് ഓഫ് കൺട്രോൾ എന്താണ് എംപ്ലോയിഡ് ഇൻ ഓർഗനൈസേഷൻ ടു ഡിസ്കറേജ് ആൻഡ് റെഡ്യൂസ് annoying behavior of employees. ഇവിടെ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കൺട്രോൾ എംപ്ലോയിഡ് ഇൻ ഓർഗനൈസേഷൻസ് ടു ഡിസ്കറേജ് ആൻഡ് റെഡ്യൂസ് annoying behaviors of employees. അവിടെ എന്താണ് അവരെ ബിഹേവിയറിലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോ ഡിസ്കറേജ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇനി നമ്മളെ കൊണ്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ പിരിച്ചുവിടാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ എംപ്ലോയിനെ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യിപ്പിക്കുകയാണ് എന്താണ് റിഡ്യൂസ് annoying behavior ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിഷ്മെന്റ്. അതാണ് അവിടെ ശരിയായിട്ട് പണിഷ്മെന്റിലൂടെ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നോക്കുന്ന വംശനാശം വരുത്തുകയാണ്, മറ്റൊന്ന് പണിഷ്മെന്റ് കൊടുക്കുകയാണ്, മറ്റൊന്ന് എന്താണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്
നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതി വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു രീതിയാണ്. അവിടെ ചാൻസേ വരുന്നുള്ളൂ. അതേസമയം പണിഷ്മെന്റിൽ ആ ചാൻസ് തന്നെ കൊടുക്കുകയാണ്, പണിഷ്മെന്റ് ആക്കി തന്നെ കൊടുക്കുകയാണ്. മാനേജേഴ്സിന്റെ മുമ്പിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് അല്ലെ. ഈ തൊഴിലാളികളെ ഏത് രീതിയിലൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്ന് മാനേജേഴ്സിനെ കണ്ടെത്തേണ്ടതുണ്ട്. ആ രീതികളാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു രീതിയാണ് അവരുടെ ബിഹേവിയർ അനുസരിച്ചിട്ട് അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചിലവരെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാം. അവർക്ക് ഇന്ന ഓഫർ കൊടുക്കാൻ മതി, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ഒരു അംഗീകാരം കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു വാണിംഗ് കൊടുക്കാം അല്ലെ. ഈ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു വാണിംഗ് ആണ്. ആ വാണിംഗ് ഒക്കെ കൊടുക്കാം. അതല്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് തന്നെ കൊടുത്ത് അവരെ നിലനിർത്താൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ അവരെ ഒഴിവാക്കിക്കാം. ആ ഒരു 4 രീതിയാണ് ഇവിടെ ഫോളോ ചെയ്തത്. ജസ്റ്റ് വായിച്ച് നോക്കുക. അതിന്റെ എല്ലാം എന്താണ് എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റൻഷൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് അൺഡിസൈറബിൾ ബിഹേവിയർ. അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ് എക്സ്റ്റൻഷൻ ആണ് എന്ന് വെച്ചാൽ ഒഴിവാക്കി കളയുക എന്നുള്ളതാണ്. അങ്ങനെ ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ പോവാ. പക്ഷെ നോക്കുക. നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് അടുത്തത്. ഒബ്സർവേഷണൽ ലേണിംഗിൽ പറയുന്നത് observational learning results in watching the behavior of another person and appraising the consequence of that behavior. അതായത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് വായിച്ചു നോക്കാം. which does not require an overt response. When Mr. X observed that Y is rewarded for superior performance, then X learns the positive relationship between performance and the reward without actually obtaining the reward himself. Observational learning plays a critical role in modifying behaviors in organization. അതായത് ഒരു എന്താണ് പറയുന്നത്, ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പഠനമാണ് അതിൽ നിന്ന് നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കുന്നത്. അതായത് നിരീക്ഷണാർത്ഥം പഠിച്ചെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ എപ്പോഴും അതെ അല്ലെ, എംപ്ലോയീസിന് നമ്മൾ ചില തൊഴിലുകളൊക്കെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവരെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യും, നിരീക്ഷിക്കും അല്ലെ. അത് വാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുള്ളൂ അല്ലെ. ചിലരെ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഒബ്സർവേഷൻ ലേണിംഗ് വാച്ചിങ് ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ. ഒരു പേഴ്സണെ നന്നായിട്ട് തന്നെ വാച്ച് ചെയ്യുക ആൻഡ് അപ്രൈസിങ് ദ കോൺസിക്വൻസ് ഓഫ് ദ ബിഹേവിയർ. ഓക്കെ, അതിനുശേഷം നമുക്കറിയാം അതിന്റെ അനന്തര ഫലങ്ങൾ, അതിനെ കുറിച്ചിട്ട് നമ്മൾ
ഓക്കെ, വിലമതിക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ അവനെ കൊണ്ട് അത് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ, എന്നെ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചാൽ, ഓക്കെ, നമുക്ക് അതിനുള്ള ഒരു ഇൻക്രിമെന്റ്, അതായത് ബേസിക്കലി അവനെ അതിനെ കൊണ്ട് പറ്റുമോ, അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളത് ചിന്തിക്കണം, അല്ലെ? ഡസ് നോട്ട് റിക്വയർ ആൻ ഓവർ റെസ്പോണ്ട്. നമുക്കറിയാം ഇപ്പൊ കിട്ടുന്ന റെസ്പോണ്ട് മാത്രമല്ല, അവൻ അല്ലെ പിന്നീട് ചിലപ്പോ വേണമെങ്കിൽ അടുത്ത മൊമെന്റിൽ അല്ല വർഷം കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ അവനിൽ നിന്ന് നല്ല റിസൾട്ടുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. നോക്കാം ഇവിടെ it does not require an overt response when Mr. X observes that Y is rewarded for superior performance. അവിടെ Y അല്ലെ റിവാർഡ് ഫോർ അദ്ദേഹത്തിന്റെ നല്ല രീതിയിലുള്ള പെർഫോമൻസിന് റിവാർഡുകൾ കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്താണ്. എക്സ് wants the positive relationship between performance and the reward without actually obtaining the reward himself. അവന് സ്വന്തമായിട്ട് ആക്ച്വലി അവൻ നേടുന്നില്ല, കാരണം അവർ അതിനുള്ള പെർഫോമൻസ് ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഒബ്സർവേഷൻ ലേണിംഗ് പ്ലേസ് ക്രിട്ടിക്കൽ റോൾ. എനിക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയാ, ഒരു നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു കഥ തന്നെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മൾ എപ്പോഴും പ്രകടനം ഒരു സമയക്രമം നമ്മൾ വെക്കും, അല്ലെ? ഒരു സമയത്തിനുള്ളിൽ നമ്മൾ തീർക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും മോസ്റ്റ്ലി നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനാണെങ്കിലും അദ്ദേഹം ചെയ്യാനുള്ള കഴിവിനേക്കാൾ അപ്പുറം സമയത്തിന് തീർക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകും, അല്ലേ? അങ്ങനെയുള്ള ഒരു കാര്യമില്ലേ? അങ്ങനെയുള്ള ഒരു ആവശ്യം കൂടി ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സമയക്രമത്തിൽ കൂടി നമ്മൾ ആവശ്യമാണ്. അപ്പൊ നമ്മൾ നിരീക്ഷണം നടത്തുമ്പോൾ ചിലപ്പോ അടുത്ത മൊമെന്റിൽ ഒരു വ്യക്തിയെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ അപ്പൊ ചെയ്യുന്നത് ഒക്കെ ആയിരിക്കും നമ്മൾ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ പിന്നീട് കൂടി അവനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഏൽപ്പിച്ച് ചിലപ്പോൾ കണ്ടിന്യൂസ്ലി അവന് 2-3 ദിവസം ഇതേപോലെ തന്നെ റിസൾട്ട് അവന് ലഭ്യമാക്കി തരാനുള്ള ശേഷി ഉണ്ടാവണമെന്നില്ല. സോ ഇതെല്ലാം നന്നായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അവൻ എന്തെങ്കിലും റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ, അല്ലെ? മോഡിഫിക്കേഷൻ നമ്മൾ എപ്പോഴും എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താനുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. ഒബ്സർവേഷണൽ ലേണിംഗ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ മോഡിഫൈയിങ് ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ, അല്ലെ? സ്ഥാപനത്തിന്റെ പെരുമാറ്റങ്ങൾ അത് പരിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിരീക്ഷണ പഠനം അത് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണ്. നിരീക്ഷണത്തോട് ശേഷം മാത്രമാണ് എന്തെങ്കിലും അല്ലെ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഒരു ദിവസത്തെ ഒരു റിസൾട്ട് കൊണ്ട് ഒരിക്കലും നമ്മൾ പഠിച്ചു പോകരുത് എന്നുള്ളതാണ് ഈ ഒബ്സർവേഷണൽ ലേണിംഗിൽ പറയുന്നത്. നിരീക്ഷണാർത്ഥം പഠിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ് ഒബ്സർവേഷണൽ ലേണിംഗിൽ പറയുന്നത്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്ത് പഠിച്ചതിന് ശേഷം. ഒബ്സർവേഷണൽ ലേണിംഗ് ആ ഒരു പോയിന്റ് ഒന്നിലുണ്ടെങ്കിൽ ഒബ്സർവേഷൻ ലേണിംഗ് പ്ലേസ് ആൻ ക്രിട്ടിക്കൽ റോൾ ഇൻ മോഡിഫൈയിങ് ബിഹേവിയേഴ്സ് ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എന്തെങ്കിലും മാറ്റങ്ങൾ, ഇപ്പൊ നമ്മളൊരു സിസ്റ്റം കണ്ടക്ട് ചെയ്യാണ്, എല്ലാവർക്കും ഇങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ പാരിതോഷികം നിശ്ചയിക്കുന്നു, നമ്മളൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരികയാണ്. അത് ആ ഒരു സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠനത്തിന് ശേഷം മാത്രമാണ് അത് കൊണ്ടുവരാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് അറ്റൈൻ ചെയ്തതിനു ശേഷം പിന്നത്തെ ടാർഗറ്റ് ചിലപ്പോൾ അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ് കണ്ടിന്യൂറ്റിലി അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കണം എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടായിരിക്കും അവർ എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും എന്താണ് നല്ല നിരീക്ഷണാർത്ഥം പഠിച്ചതിന് ശേഷം മാത്രമാണ് തീരുമാനിക്കാൻ പാടുള്ളത്. അടുത്തത് കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. ഇതാണത് സംഭവവസ്തുതകളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു വ്യക്തിയെ ഒരു സ്കൂളിൽ തന്നെ ഒരു അധ്യാപകങ്ങളൊക്കെ എന്തെങ്കിലും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചിലരൊക്കെ റെസ്പോണ്ട് ചെയ്യും, ചിലരൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. ആ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവനെ മനസ്സിലാക്കിയിട്ട് ചില കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കും, അല്ലെ? അപ്പൊ അതേമാതിരി തന്നെ നമ്മള് കോഗ്നിറ്റീവ് ലേണിംഗിൽ അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ സംഭവ വസ്തുതകളെ എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെ? ചില കാര്യങ്ങൾ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്നൊക്കെ ചലഞ്ച് നിറഞ്ഞ ഒരു കാര്യം വന്നേക്കാണ്, ഒരു വെല്ലുവിളി നിറഞ്ഞൊരു സംഭവം വന്നേക്കാണ്.
ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റില്ല. ചിലർക്ക് അത് പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ പറയുമ്പോൾ തന്നെ അത് ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സണെ ആയിരിക്കണം നമ്മൾ ചില കാര്യങ്ങൾ കൊടുക്കേണ്ടത് അല്ലെ. കാരണം അവരപ്പോ തന്നെ ഗ്രഹിച്ച് അതിന്റെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട്. പക്ഷെ മറ്റവന് ചിലപ്പോൾ റിസൾട്ട് തരാനായിട്ടുള്ള ശേഷി ഉണ്ടാവും. പക്ഷെ ആ ഗ്രാസ്പിംഗ് പവർ പെട്ടെന്ന് തന്നെ അത് ഉൾക്കൊള്ളാനുള്ള ശേഷി കുറവ് അവരുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു വേരിയേഷൻസ് വരാൻ സാധ്യതയില്ലേ? ഹോസ്പിറ്റലിൽ തന്നെ ഒരു ട്രാജഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻസ് കേസ് കാര്യങ്ങളൊക്കെ വരികയാണ് അല്ലെ, എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് ഉൾക്കൊണ്ട് അതിലേക്ക് ഒന്ന് ഇൻവോൾവ് ചെയ്ത് വരാൻ ചിലപ്പോൾ സമയമുണ്ട്. ചിലർ പക്ഷെ പെട്ടെന്ന് തന്നെ അതിനെ ഇൻവോൾവ് ചെയ്ത് അതിനെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവനുണ്ടാവും അല്ലെ. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെ ഗ്രഹിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. The main focus is on understanding how events and objects are connected. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈവെന്റ്സ്, എന്തൊക്കെ സംഭവങ്ങളാണ്, അതിന്റെ ലക്ഷ്യം എന്താണെന്ന് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അല്ലെ. എന്താണ് സംഭവിച്ചത്, എന്ത് കാര്യമാണ് പറയുന്നത്, അതിന്റെ എന്താണ് അതിന്റെ ഒബ്ജക്ട്സ് അല്ലെ, അത് ആ ഒരു സംഭവത്തിന്റെ എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനുള്ള ആ ഒരു ശേഷി, അത് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, അതിനാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ലേണിംഗ് ദാറ്റ് മേക്ക് ദ പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം ഈസ് കോഗ്നിറ്റീവ് ലേണിംഗ്. ക്ലാസ് റൂമിൽ സംഭവിക്കുന്നത് കോഗ്നിറ്റീവ് ലേണിംഗ്സ് ആണ് അല്ലെ. ചില കുട്ടികൾ പെട്ടെന്ന് ടീച്ചേഴ്സ് പറയുന്നത് അപ്പൊ തന്നെ ക്ലാസ് ചെയ്യും. ഞാൻ ക്ലാസ് എടുക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ക്ലാസ് ചെയ്യാൻ, ചിലർക്ക് വീട്ടിൽ വായിച്ചിട്ട് ഒന്നുകൂടി ക്ലാസ് ചെയ്യാനായിരിക്കും അല്ലെ. ചിലപ്പോൾ ചില എക്സാമ്പിൾസ് പറയുന്നതനുസരിച്ചിട്ട് പെട്ടെന്ന് ക്ലാസ് ചെയ്യാനായിട്ടുള്ള ശിക്ഷ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ഇതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. കോഗ്നിറ്റീവ് ലേണിംഗ്സ് മുഴുവൻ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഓക്കെ, അപ്പോ കോഗ്നിറ്റീവ് ലേണിംഗില് നമ്മൾ എന്താ പറയുന്നത്, മെയിൻ ഫോക്കസ് ഈസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഇവന്റ്സ് ആൻഡ് ഒബ്ജക്ട്സ് ആർ കണക്റ്റഡ്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, എന്താണ് ഇവന്റ്സ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ലക്ഷ്യം പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ടുള്ള ശേഷി. മോസ്റ്റ് ഓഫ് ദ ലേണിംഗ് ദാറ്റ് മേക്ക് പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം ഈസ് കോഗ്നിറ്റീവ് ലേണിംഗ്. ക്ലാസ് റൂമുകളിൽ മോസ്റ്റ് ഓഫ് ദ ലേണിംഗ് പറയുന്നത് പഠിച്ചു പോകുന്നത് ഇങ്ങനെ കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. ചിലര് പെട്ടെന്ന് തന്നെ ക്ലാസ് ചെയ്ത് പഠിച്ചു പോകുന്നു. Then cognitive learning is important because it increases the change that the learner will do the right thing at the first time without going through a lengthy operating conditioning process. Okay, നമ്മളിപ്പോ എന്താണ് പ്രതിഫലം, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും ഉപയോഗിക്കാതെ തന്നെ ചിലത് ആക്സെപ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ടുള്ള അല്ലെ, എന്താണ് ഉദ്ദേശിച്ച ലക്ഷ്യം എന്നുള്ളത് അതനുസരിച്ചിട്ട് തന്നെ റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ശേഷി ചിലർക്ക് ഉണ്ടാകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് തന്നെയാണ്. അതായത് ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി അല്ലെ, അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പെരുമാറാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി തീർച്ചയായിട്ടും മാനേജേഴ്സ് മനസ്സിലാക്കണം. എംപ്ലോയീസ് ഉള്ള എംപ്ലോയികള് ചിലർക്ക് അല്ലെ, ചിലർക്ക് നമുക്കറിയാം ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നല്ല നന്നായിരിക്കും. പക്ഷെ ചിലർക്ക് എന്താണ് എന്തെങ്കിലും കാര്യം വരുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ടുള്ള ശേഷി അത് ചിലർക്ക് കുറവായിരിക്കും. ചിലരെ സംബന്ധിച്ച് ക്വാളിഫിക്കേഷൻ ഒക്കെ കുറവായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനും അത് പെട്ടെന്ന് അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ടുള്ള ശേഷി അവർക്കുണ്ടാവും. അപ്പൊ പ്രാക്ടിക്കലി നോളജ് അല്ലെ, ഈ പറഞ്ഞ മാതിരി തന്നെ കുറെ കാര്യങ്ങൾക്കും മറ്റു നോളജിനേക്കാളും ഏറ്റവും താല്പര്യപ്പെടുന്നത് എപ്പോഴും എന്താണ് ഇതേമാതിരിയുള്ള ഒരു കോഗ്നിറ്റീവ് ലേണിംഗ് ആണ് അല്ലെ. എന്താണോ അതിനോടനുസരിച്ചിട്ട് തന്നെ റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി. ഓക്കെ, ഈ ലേണിംഗ് തിയറിയിൽ പറയുന്ന ഒരു കാര്യം ലേണിംഗ് തിയറി ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിൽ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അത് നമുക്കിപ്പോ നെക്സ്റ്റ് ഇതിലേക്ക് എഴുതാൻ മതിയോ, ആ ഒരു ഇവിടെ വരെ നിർത്തിയാൽ മതിയോ കോഗ്നിറ്റീവ് ലേണിംഗ് വരെ? കൂടിയാണ്, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, എല്ലാം കൂടി ഒന്നിച്ച് വെക്കേണ്ട. അപ്പൊ ലേണിംഗ് തിയറി ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻ ബിഹേവിയറുമായിട്ട് എങ്ങനെ ഒത്തൊരുമിച്ച് പോകുന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതിലൊക്കെ. കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ അല്ലെ ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കണം, അല്ലാതെ ഒറ്റയ്ക്ക് പഠിക്കരുത്. കോഗ്നിറ്റീവ് പറഞ്ഞാൽ നേടിയെടുക്കാനുള്ള കപ്പാസിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഈവൻസ് ആൻഡ് ഒബ്ജക്ട്സ് ആർ കണക്റ്റഡ്. ആ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് 4 നമുക്കറിയാം റെയിൻഫോഴ്സ്മെന്റിന്റെ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ടുകള്? ഒക്കെയാണോ എല്ലാവരും? നെക്സ്റ്റ് ക്ലാസ്